ഇന്ന് കേരളത്തിൽ ഒരു വലിയ തലമുറ ആത്മഹത്യ ചെയ്യാതെയും മാനസിക തകർച്ച വരാതെയും ജീവിക്കുന്നത് വയലാറിൻ്റെയും ONVയുടെയും പി ഭാസ്കരൻ്റെയും പാട്ടുകൾ കേട്ടിട്ടാണ്, അല്ലേ? മരിക്കണമെന്ന് തോന്നുമ്പോൾ ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം, ഇന്ദ്രധനുസ്സിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന പാട്ട് ഒരു വട്ടം കേട്ടാൽ നമുക്ക് ഉട്ടൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരും, ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസ്സുകളുണ്ടോ, സന്ധ്യകളുണ്ടോ, ചന്ദ്രികയുണ്ടോ, സ്വർണ്ണമരാളങ്ങളുണ്ടോ, കൊത്തിത്തീരും വരെ ഇവിടെ സ്നേഹിച്ച് മരിച്ചവരുണ്ടോ? ജീവിച്ചു മതിയാവാതെ സ്നേഹിച്ചു കൊത്തിത്തീരാതെ 47-ാമത്തെ വയസ്സിൽ ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങുന്ന ഈ പ്രണയ മനോഹര തീരങ്ങളിൽ നിന്ന് വയലാർ എന്ന പാട്ടിൻ്റെ മാന്ത്രികൻ കടന്നുപോയിട്ട് 50 വർഷം കഴിഞ്ഞു. ഈ 50 വർഷത്തിനുള്ളിൽ മലയാളികളുടെ ജീവിതം അവിശ്വസനീയമായ വേഗത്തിൽ മാറിപ്പോയി. മണ്ണെണ്ണ വിളക്ക് വെളിച്ചത്തിൽ നിന്ന് നമ്മൾ AI-യിലേക്ക് എത്തി. അതിവേഗം നമ്മൾ പരിവർത്തനങ്ങളിലൂടെ കടന്നുപോയി. 47 വർഷം മാത്രം ജീവിച്ച ONV 50 വർഷം അതിനേക്കാൾ കൂടുതൽ ജീവിച്ചു. ജീവിച്ച കാലത്തേക്കാൾ കൂടുതൽ ജീവിച്ചു. ഇനി ഒരു 500 വർഷമോ 5000 വർഷമോ മലയാള ഭാഷയും മനുഷ്യരും പാട്ടുകളും സഹൃദയരുമുള്ള കാലം വരെ ജീവിക്കും. രാജിയോടെ ഇരിക്കുന്നതുകൊണ്ട് അച്ഛൻ്റെ വരികളാണ് ഓർമ്മ വരുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ സഹസ്രാര പത്മത്തിൽ നിന്ന് ONV സാർ വയലാറിനെ അനുസ്മരിച്ചുകൊണ്ട് എഴുതിയൊരു വാചകമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ സഹസ്രാര പത്മത്തിൽ നിന്ന് പാവപ്പെട്ടവൻ്റെ സ്വാതന്ത്ര്യമാകുന്ന മറ്റൊരു പൂ വിരിയുന്നത് കാത്ത് കാത്ത് രാവെളുക്കുവോളം ഏതോ പനിനീർച്ചെടിയുടെ മുള്ളിൽ കരളമർത്തി വെച്ച് പാടിപ്പാടി സൂര്യോദയം എത്തുന്നതിന് മുമ്പ് മരിച്ചുപോയ രാപ്പാടിയായിരുന്നു വയലാർ രാമവർമ്മ. ONV സാർ പറഞ്ഞതിനപ്പുറത്തേക്ക് വേറൊന്നും പറയാനില്ല. അങ്ങനെ നമുക്ക് വേണ്ടി പാട്ടിൻ്റെ മന്ത്രവാദിയായി കേരളത്തിനുള്ളിൽ പാടുന്നൊരു കേരളം സൃഷ്ടിച്ച് മലയാളിയുടെ ജീവിതത്തെ എക്കാലത്തേക്കും അനശ്വരമാക്കി തീർത്ത് കടന്നുപോയ ആ വലിയ കവിയുടെ ജന്മദിനവും ചരമദിനവും അമരദിനവും കൂടി. നമുക്കൊക്കെ ജന്മദിനവും ചരമദിനവും ഉള്ളൂ. വയലാറിന് അമരദിനം കൂടിയുണ്ട്. മരിക്കാത്ത ദിനങ്ങളുള്ള ആളാണ്. കാലത്തിൻ്റെ പുഷ്പപഞ്ചാംഗത്താളിൽ സംവത്സര പക്ഷികൾ പൊന്മണിച്ചുണ്ടുകൊണ്ട് മറിച്ചിടുന്ന പുഷ്പപഞ്ചാംഗത്താളിൽ നിങ്ങൾക്ക് വയലാറിൻ്റെ ജന്മദിനവും ചരമദിനവും അമരദിനവും ഹൃദയം കൊണ്ട് കാണാൻ സാധിക്കും. അതാണ് വയലാർ എന്ന മാന്ത്രികൻ, അക്ഷരമാന്ത്രികൻ. മായാജാലകവാതിൽ തുറക്കുന്ന മധുരസ്മരണകൾ കൊണ്ട് മന്ദസ്മിതമാകുന്ന മണിവിളക്കുഴിയുന്ന മന്ത്രവാദിയായി നമ്മെ ഇന്നും മോഹിപ്പിക്കുന്നത്. ആ മോഹം അവസാനിക്കുകയില്ല. അതാണ് മലയാളിയുടെ സങ്കല്പത്തിന് ശേഷിക്ക് എത്താവുന്നതിൻ്റെ മാക്സിമം തന്നിട്ടാണ് പോയത്. 44 നദികളും നിറഞ്ഞൊഴുകിയ കാലത്താണ് വയലാർ എഴുതിയത്. നമ്മുടെ കായൽപ്പരപ്പുകളൊക്കെ സജീവമായിരുന്നു, നമ്മുടെ വയൽപ്പരപ്പുകൾ സജീവമായിരുന്നു. നമുക്ക് കന്യാമുനമ്പിൽ നിന്ന് ഗോകർണത്തേക്ക് നോക്കിയാൽ പരസ്പരം കാണാമായിരുന്ന ഒരു ഹൃദയരേഖയുണ്ടായിരുന്നു. തിരുവിതാംകൂറും കൊച്ചിയും മലബാറും വേറെ വേറെയായി കിടന്ന കാലത്തും ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം കവിതയാണ് ഉണ്ടാക്കി തന്നത്. വയലാറിൻ്റെ കവിതകളെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, പക്ഷെ വയലാർ ഗാനങ്ങൾക്കൊക്കെ അടിത്തറയായി പ്രവർത്തിക്കുന്ന ഒരു ഉജ്ജ്വല കാവ്യമുണ്ട്. അതിൽ തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ആ കാവ്യത്തെക്കുറിച്ച് സ്മരിക്കാതിരിക്കാൻ പറ്റില്ല. അത് സർഗ സംഗീതമാണ്. പിൽക്കാലത്തെ വയലാറിൻ്റെ എല്ലാ രചനകളുടെയും അടിയാധാരം 60കളിൽ പുറത്തു വന്ന കൗമാരം പിന്നിട്ട പ്രായത്തിൽ യൗവനാരംഭകാലത്തിൽ വയലാർ എഴുതിയ ആ കാവ്യമാണ്. ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമ മനോഭിരാമ പുളിനോപന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖമി പ്രപഞ്ച പരിണാമോത്ഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമെൻ ദർശനം.
ആ മൺമെത്തകൾ അറ്റുനോറ്റ മധുരസ്വപ്നങ്ങളിൽ ജീവിതപ്രേമം പാടിയ സാമഗാനലഹരി ഹർഷാഞ്ചിതാത്മാക്കളായി ഹാ മന്വന്തര ഭാവശില്പികൾ എനിക്ക് എന്നേക്കുമായി തന്നതാണ് ഓമൽ കാർത്തിക നെയ്വിളക്കെരിയുമീ ഏകാന്ത യാഗാശ്രമം. നാദം ശൂന്യതയിങ്കൽ ആദ്യം അമൃതം വർഷിച്ച നാളിൽ ഗതോന്മാദം വിശ്വപദാർത്ഥശാല ഒരിടത്തൊന്നായി തുടിച്ചിടവേ ആ ദാഹിച്ചു വിടർന്ന ജീവകല്ലികാനാളങ്ങളിൽ കാലമേ നീ ദർശിച്ച രസാനുഭൂതി പകരൂ മൽപാനപാത്രങ്ങളിൽ. ഓരോ ജീവകണത്തിനുള്ളിലും ഉണർന്ന് ഉദ്ദീപ്തമായി ധർമ്മ സംസ്കാരോപാസനാ ശക്തിയായി ചിര തപസ്സങ്കല്പ സങ്കേതമായി ഓരോ മാസ്മരലോകമുണ്ടതിലെനിക്കൻ അന്തരാത്മാവിലെ തേരോടിക്കണം എൻ്റെ കാവ്യകലയെ കൊണ്ടാകുവോളം വരെ. വാളല്ലൻ സമരായുധം ഝണഝണധ്വാനം മുഴക്കിയിടുവാൻ ആളല്ലൻ കരവാള് വിറ്റൊരു മണിപ്പൊൻ വീണ വാങ്ങിച്ചു ഞാൻ. രാഗം താളലയ ശ്രുതി സ്വരം ഇവയ്ക്കല്ലാതെ ഒന്നിനും ഇന്നോളക്കുത്തുകൾ തീർക്കുവാൻ കഴിയുകില്ലൻ പ്രേമതീർത്ഥങ്ങളിൽ. ഞാനീ ജാലകവാതിലിൽ ചെറുമുളം തണ്ടിൽ ഞൊറിഞ്ഞിട്ടതാണ് ഈ നീലത്തുകിൽ ശാരദേന്ദുകലയെ പാവാട ചാർത്തിക്കുവാൻ. ഹാ നിത്യം ചിറകിട്ടടിച്ച് ചിതറിക്കീറി പറപ്പിച്ചുവോ ഞാൻ ഈ സർഗ തപസ്സമാധിയിലിരിക്കുമ്പോൾ. കൊടുങ്കാറ്റുകൾ മുഴുവൻ ഞാൻ ചൊല്ലിയിട്ടില്ല, പക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പദ്യസംഗീതമാണ് വയലാറിൻ്റെ പാട്ടുകളുടെ ഹൃദയം. വാക്കുകളെ ചേർത്ത് അത്ഭുതകരമായ സംഗീതം അദ്ദേഹം ഉണ്ടാക്കി. കാളിദാസൻ തൊട്ടുള്ള എല്ലാ കവികളെയും ഭാരതീയ കവികളെയും നമുക്ക് പരിചയപ്പെടുത്തി തന്നു. കീറ്റ്സിനെയും ഷെല്ലിയെയും ഓമർ ഖയാമിനെയും സോളമനെയും ഉത്തമഗീതത്തിലെ സോളമനെയും അടക്കം ലോകത്തുണ്ടായ മുഴുവൻ കാവ്യ സൗന്ദര്യങ്ങളെയും അദ്ദേഹം പാട്ടിലേക്ക് ചാലിച്ചെഴുതി തന്നു. മധുചന്ദ്രികയുടെ ചായത്തളികയിൽ മഴവിൽ പൂമ്പൊടി ചാലിച്ച് ചങ്ങമ്പുഴ എഴുതിയ കവിതയുടെ സരണിയെ മറ്റൊരു തരത്തിലേക്ക് തിരിച്ചുവിട്ടു. വയലാറിൻ്റെ കവിത ഉപനിഷത് സൂക്തികളും ഋഗ്വേദ മന്ത്രങ്ങളും ആദ്യകാലത്തെ എല്ലാ സംസ്കൃതികളും അതോടൊപ്പം മാർക്സിസവും ഗാന്ധിസവും ലോകത്തുണ്ടായ എല്ലാ ദർശനങ്ങളും കോർത്ത് ഒരു വർണ്ണ നദി പോലെ കൊളാഷ് തീർത്തൊഴുകുന്ന ഒരു സംസ്കൃതി നമുക്ക് സമ്മാനിച്ചു. മലയാളിയുടെ ലോകബോധത്തെ വളർത്തിയെടുത്തത് വയലാറിൻ്റെ പാട്ടുകളാണ്. നമുക്ക് യഥാർത്ഥത്തിൽ പ്രണയം സമ്മാനിച്ചത് വയലാറാണ്. നമുക്ക് സമരം സമ്മാനിച്ചതും വയലാറാണ്. ഒരുപക്ഷെ പ്രണയവും സമരവും ഒരുമിച്ച് കിട്ടിയിട്ടാണ് നവോത്ഥാനാനന്തര കാലത്ത് മലയാളി മനുഷ്യനായത്. കുമാരനാശാന് ശേഷം പൂർണ്ണ സ്നേഹഗായകൻ എന്ന് പറയാവുന്ന കവിയായിരുന്നു. അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്, മാനത്ത് ദൈവമില്ല, മണ്ണിലും ദൈവമില്ല, മനസ്സിനുള്ളിലാണ് ദൈവം. മനസ്സിലെ ദൈവം മനുഷ്യനു നൽകിയ മണിവിളക്കല്ലോ സ്നേഹം, അല്ലേ? മനുഷ്യന് നൽകിയ മണിവിളക്ക് സ്നേഹമാണ്. ഇത് ആവർത്തിച്ച് വയലാർ പാട്ടുകളിൽ പ്രണയമായി, ദയയായി, കാരുണ്യമായി, ഭക്തിയായി, എല്ലാ വികാരങ്ങളുമായി പടർത്തി. ഇവിടെ ചൊല്ലിക്കെട്ട എത്രയോ പാട്ടുകൾ. ഒരു പ്രധാനപ്പെട്ട പാട്ട് ഞാൻ വരുമ്പോൾ പാടിയത്, പ്രളയപയോധിയിൽ ഉറങ്ങി ഉണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. ഈശ്വര ദർശനവും കാലദർശനവും ഇങ്ങനെ സമന്വയിപ്പിച്ച ഒരു നവോപനിഷത്ത് വയലാറിന് മുമ്പുണ്ടായിട്ടില്ല. അതൊരു ഉപനിഷത്താണ്. മന്വന്തരങ്ങൾ ജനിച്ചു മരിക്കും ഈ മൺമതിൽക്കെട്ടിനു മുകളിൽ, ഋതുക്കൾ നിൻ പ്രിയ മാനസപുത്രികൾ ഇടം വലം നിൽക്കും തേരിൽ, സൗരയൂഥങ്ങളിൽ നീ വന്ന് വിതയ്ക്കും സൗരഭ്യം, എന്തൊരു സൗരഭ്യം കാലമേ, ഇനി എത്ര വസന്തങ്ങൾ കൊഴിഞ്ഞാലും ഈ സൗരഭ്യം എനിക്ക് മാത്രം. ഇങ്ങനൊരു ചരണം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അർത്ഥത്തെ താഴ്ത്താതെ മറ്റൊരു തലത്തിൽ അതേ മീറ്ററിൽ ഒരു ചരണമുണ്ടാക്കാൻ അസാമാന്യമായ സ്റ്റാമിന വേണം. അതാണ് സ്വർണപാത്രം കൊണ്ട് സത്യം മറയ്ക്കും ഈ സംക്രമ സന്ധ്യതൻ നടയിൽ, പ്രപഞ്ചം ചുണ്ടിൽ നിന്നാമാക്ഷരവുമായി പ്രദക്ഷിണം വയ്ക്കും വഴിയിൽ, സ്വർഗദീപാവലി നീ വന്ന് കൊളുത്തും സൗന്ദര്യം, എന്തൊരു സൗന്ദര്യം കാലമേ, ഇനി എത്ര ജന്മങ്ങൾ കൊഴിഞ്ഞാലും ഈ സൗന്ദര്യം എനിക്ക് മാത്രം.
പ്രപഞ്ചത്തിലെ സമസ്ത സൗന്ദര്യവും സമസ്ത സൗരഭ്യവും കോരി കുടിച്ചു മതിച്ച് 47-ാമത്തെ വയസ്സിൽ പോയ ഒരു അസാധാരണ ഗന്ധർവ ജന്മമാണ്. കേസരിയെ ബാലകൃഷ്ണപിള്ള മലയാളികളുടെ അടിസ്ഥാന നരവംശാസ്ത്രപരമായ സ്വഭാവങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈണക്കമ്പം, താളക്കമ്പം, നടന നൃത്തഭ്രമം, നേരിയ വിഷാദാത്മകത്വം. ഒരു നരവംശം എന്ന നിലയിൽ നമ്മുടെ സഹജമായ സ്വഭാവങ്ങൾ ഈണക്കമ്പവും താളക്കമ്പവും നടന നൃത്തഭ്രമവും നേരിയ വിഷാദാത്മകത്വവുമാണ്. ഈ നേരിയ വിഷാദാത്മകത്വം അത്യന്തം അപകടം നിറഞ്ഞതാണ്. ഈ ആദ്യം പറഞ്ഞ മൂന്നും അപ്രത്യക്ഷമായാൽ നേരിയ വിഷാദാത്മകത്വം കൂടി 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 കൂടിയ വിഷാദാത്മകത്വമായി വിഷാദ രോഗികളായി മരിക്കുകയോ ആത്മഹത്യ ചെയ്യുകയോ ക്രിമിനലുകളായി മാറുകയോ ചെയ്യാവുന്ന നരവംശാസ്ത്രപരമായ സവിശേഷതയുള്ള ജനതയാണ് മലയാളികൾ. അവർ അത് മറികടക്കുന്നത് ഈണങ്ങൾ കൊണ്ടാണ്, പാട്ടുകൾ കൊണ്ടാണ്, താളങ്ങൾ കൊണ്ടാണ്. പാട്ടിൽ താളമുണ്ട്, ചെണ്ട പോലുള്ള അനവധി താളങ്ങൾ നമുക്കുണ്ട്. മറ്റൊന്ന് നടന നൃത്തഭ്രമമാണ്. കഥകളി, രാമനാട്ടം, കൃഷ്ണനാട്ടം തൊട്ട് മോഹിനിയാട്ടം വരെ എണ്ണമറ്റ നൃത്തരൂപങ്ങൾ. ഈ കലകൊള്ളിട്ട നിരന്തരമായ അനുഭവങ്ങളിലൂടെ കടന്നിട്ടാണ് നമ്മൾ നേരിയ വിഷാദാത്മകത്വത്തെ കൂടാതെ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് വയലാർ നഷ്ടപ്പെട്ടാൽ നമ്മുടെ വിഷാദാത്മകത്വം കൂടും. വയലാറും ONV ഭാസ്കരനൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ വിഷാദാത്മകത്വം കൂടിക്കൂടി വരും. അതിന് പരിഹാരമാണ് ഇപ്പോൾ ശ്രീരഞ്ജിനി മ്യൂസിക് ഫോർ. അപ്പോൾ ഈ പാട്ടിനിടയിൽ നിന്ന് വർത്തമാനം പറയുക എന്നത് വലിയ ഒരു ദ്രോഹമാണ്. കാരണം പാട്ടിനിടയിൽ വർത്തമാനം കേൾക്കാനൊന്നും ആളുകൾക്ക് ഇപ്പോൾ വലിയ താല്പര്യമില്ല. ഈ റീൽ കൾച്ചറിൻ്റെ കാലത്ത് 1 മിനിറ്റിൽ കൂടുതൽ ആളുകളുടെ ശ്രദ്ധ എവിടെയും നിൽക്കില്ല. പാട്ട് തന്നെ 3 മിനിറ്റാണ്. അതിലപ്പുറത്തേക്ക് ഒരു പാട്ടും കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ശിവേട്ടൻ എന്തോ സാഹസമായിട്ടാണ് എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത് അത്രയേ ഉള്ളൂ. മലയാളിയുടെ എല്ലാ ഋതുക്കളെയും അറിഞ്ഞത് വയലാറിൽ നിന്നാണ്. 6 ഋതുക്കൾ മാത്രമല്ല, വയലാർ എന്നൊരു ഋതുവും കൂടി മലയാളികൾക്കുണ്ട്. 7 ഋതുക്കളാണ് മലയാളികൾക്കുള്ളത്. 7ാമത്തെ ഋതുവിൻ്റെ പേരാണ് വയലാർ രാമവർമ്മ. ഇപ്പം നേരത്തെ ഇവിടെ പാടിയ പാട്ടുകളിലൊക്കെ അത് തുളുമ്പി തുളുമ്പി വന്നു. കാളിദാസനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. സ്ഥിതാക്ഷണം പക്ഷ്മസു താടിദാധര പയോധരേൽ സേത നിപാത ചൂർണിത വലീഷു തസ്യാ സ്ഖലിത പ്രപേതിരേ ചിരേണ നാഭിം പ്രഥമോദബിന്ദവ. ഇത് കാളിദാസൻ്റെ കുമാരസംഭവത്തിലെ ഒരു പദ്യമാണ്. പാർവതി തപസ് ചെയ്യുമ്പോൾ പാർവതിയുടെ പീലികളിൽ ആദ്യത്തെ പ്രഥമോദബിന്ദു മഴത്തുള്ളി വീണ് കവിളിലൂടെ ഒലിച്ചിറങ്ങി മാറിലൂടെ താഴേക്ക് പോയി പുക്കിൾ കുഴിയിൽ നിറഞ്ഞതായിട്ട് കാളിദാസൻ കാണിച്ചു തന്ന ലോകത്തിലെ ഏറ്റവും മനോഹരമായ രൂപമയാണ്. നമ്മളത് വായിച്ചിട്ടുണ്ടാവണമെന്നില്ല, പക്ഷെ വയലാർ അത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സാധാരണ സിനിമ പാട്ടാണ്. ഭൂമിദേവി പുഷ്പിണിയായി എന്ന സിനിമയിലൊരു പാട്ടാണ്. കൺപീലികളിൽ തങ്ങി സ്ഥിതാ ക്ഷണം പക്ഷ്മസു. അതിൻ്റെ നേരിട്ട് പരിഭാഷയാണ്. കവിളിലെ കമലക്കൂമ്പുകൾ നുള്ളി മാറിൽ തട്ടിത്തടഞ്ഞ് ചിതറി മൃദുരോമങ്ങളിൽ ഇടറി പുക്കിൾ കുഴിയൊരു തടാകമാക്കിയ പവിഴമഴത്തുള്ളി പണ്ട് ശ്രീപാർവതിയെപ്പോലെ നിന്നെയും പുഷ്പിണിയാക്കി. പനിനീർമഴ പൂമഴ തേന്മഴ മഴയിൽ കുതിരുന്നൊരഴകെ നനയുന്നത് കഞ്ചുകമോ സഖി നിന്നെ പൊതിയും യൗവനമോ. ഈ പാട്ട് കേട്ടപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് കാളിദാസനെ കറന്നെടുത്ത കവിതയാണെന്ന് വിചാരിച്ചു? നിങ്ങളെ കൊണ്ട് വിചാരിപ്പിക്കണമെന്നില്ല. നിങ്ങളുടെ വികാരത്തിൽ അബോധത്തിൽ കാളിദാസനെ കലർത്തുക എന്നതാണ് വയലാറിൻ്റെ ലക്ഷ്യം. കാളിദാസൻ എത്രയോ കവിതകൾ വന്നിട്ടുണ്ട്. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസൻ്റെ കൽപ്രതിമയിൽ മാലയിട്ടു. അല്ലേ? ഉർവശി എന്ന മാളവിക, വിക്രമോർവശിയവും മാളവികാഗ്നിമിത്രവും 2 കാവ്യങ്ങൾ 2 വരിയിലാണ്. ഉർവശി എന്നൊരു മാളവിക ഋതുദേവതയായി നൃത്തം വെച്ചു. ഋതുസംഹാരം എന്ന കാളിദാസ കാവ്യമാണ്. മുനികന്യകയായി പൂജിച്ചു. അഭിജ്ഞാന ശാകുന്തളം എന്ന കാളിദാസ കാവ്യമാണ്. ഹിമഗിരി കന്യയായി തപസ്സിരുന്നു. കുമാരസംഭവം എന്ന കാളിദാസ കാവ്യമാണ്. ഒറ്റ പാട്ടിനകത്താ, ഒരു പാട്ടിനുള്ളിൽ ഇത് കൊണ്ടുവന്നിരിക്കുക. ചന്ദ്രിക ചന്ദന മുഴുക്കാപ്പു ചാർത്തും
ഗന്ധമാദനഗിരിക്കരികിലൂടെ പറന്നു പറന്നു പോകും അരയന്ന പീലികൾ വിരിച്ചുറങ്ങാൻ തൂവൽ കിടക്കയായി, തൂവൽ കിടക്കയായി. ഇന്ദുകലാമൗലി തൃക്കൈയിലോമനിക്കും സ്വർണമാൻ പേട എൻ്റെ സഖിയായി. കന്മദം മണക്കും കൈലാസത്തിലെ കല്ലോലിനിയുമെൻ്റെ സഖിയായി, പ്രിയ സഖിയായി. കാളിദാസനാണ്, മുഴുവൻ കാളിദാസനാണ്. എൻ്റെ നാട്ടിൽ ഒരാൾ പാടിയത് ഇന്ദുക്കലാ മൗലവി ഫുൾ കൈയിലോമനിക്കും എന്നാണ്. അയാൾക്ക് ഈ മൗലിയെ പരിചയം, മൗലവിയാണ് പരിചയം. മൗലവിയാണെങ്കിൽ ഫുൾ കൈ വേണമല്ലോ അല്ലേ. ഇന്ദുക്കലാ മൗലവി ഫുൾ കൈയിലോമനിക്കും എന്ന് പാടി കേട്ടിട്ടുണ്ട്. പക്ഷേ അത്രയൊക്കെ കാളിദാസനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ വയലാർ കാളിദാസനെ പല രീതിയിൽ നമുക്ക് തന്നു. കാളിദാസനെ മാത്രമൊന്നുമല്ല, എത്രയെത്രയോ പാട്ടുകളിൽ ഡാലിയ പൂക്കളെ ചുംബിച്ചു ചുംബിച്ചു ദാഹിച്ചുറങ്ങും പ്രിയ മനോരാജ്യമേ, ഹേമാംബരാഡംബരാംഗിയായി മേവുന്ന ഹേമന്തരാത്രി തൻ മുഗ്ധ സൗന്ദര്യമേ, ഓടക്കുഴലിൻ സ്വരാമൃതമോ, കയ്യിൽ ഓമർ ഖയാമിൻ്റെ മുന്തിരിപ്പാത്രമോ, ഷെല്ലി രചിച്ചോ ഒരനശ്വര കാവ്യമോ. ഇതിൽ എന്തൊക്കെ വന്നു? ഒരു പാട്ടിൻ്റെ 4 വരിയിൽ ഓമർ ഖയാം വന്നു, ഷെല്ലി വന്നു, ഹേമാംബരാഡംബരാംഗി, അത് ലളിതാ സഹസ്രനാമാണ്. ഹേമാംബരാഡംബരാംഗി. ഇപ്പം ഷെല്ലിയെയും ഓമർ ഖയാമിനെയും ലളിതാ സഹസ്രനാമത്തെയും കൂട്ടിക്കെട്ടാൻ ലോകത്തൊരു കവിക്കേ പറ്റിയിട്ടുള്ളൂ. ആ കവിയുടെ പേരാണ് വയലാർ രാമവർമ്മ. സമസ്ത സൗന്ദര്യങ്ങളെയും നമ്മളറിയാതെ നമുക്ക് പകർന്നു തരാൻ നമ്മുടെ ചഷകങ്ങൾ നിറയെ, ഇനി നിറയ്ക്കുന്ന നിശാചഷകങ്ങളിൽ അവയിലെ മധുരിമ നിറയട്ടെ എന്നല്ലേ വധൂവരന്മാർക്ക് കൊടുത്തത്. വധൂവരന്മാരെ, പ്രിയവധൂവരന്മാരെ, വിവാഹമംഗളാശംസകളുടെ അല്ലേ വിടർന്ന പൂക്കളിത ഏത് വധൂവരന്മാർക്കും ഏത് കാലത്തും കൊടുക്കാവുന്നതാണ്. ഇനി നിറയ്ക്കുന്ന നിശാചഷകങ്ങളിൽ അല്ലേ. ഈ വാക്കുകളിലൊക്കെ നിറച്ചിരിക്കുന്ന ചില സൗന്ദര്യങ്ങളുണ്ട്. വള്ളത്തോളിൻ്റെ ഒരു കവിതയുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. വെണ്ണ തോൽക്കുമുടലിൽ സുഗന്ധിയാമെണ്ണ തേച്ചരയിലൊറ്റ മുണ്ടുമായി തിണ്ണമേലമരും അന്നതാങ്കി മുക്കണ്ണനേകി മിഴികൾക്കൊരുത്സവം. ഇത് വായിച്ചില്ലെങ്കിലും 2 പാട്ടുകളിൽ നമുക്കതിലേക്ക് പോകാം. വെണ്ണ തോൽക്കുമുടലിൽ അല്ലേ. വെണ്ണ തോൽക്കുമുടലോടെ ഇളം വെണ്ണിലാവിൻ തളിർ പോലെ രാഗിണി മനോഹാരിണി രാത്രി രാത്രി വിടരും നീ അനുരാഗ പുഷ്പിണി. വെണ്ണത്തോൽക്കുമുടലോടെ, വെണ്ണ തോൽക്കുമുടലിൽ സുഗന്ധിയാമെണ്ണ തേച്ചരയിൽ ഒറ്റമുണ്ടുമായി. അരയിലൊറ്റ മുണ്ടുടുത്ത പെണ്ണേ, അണിവൈരക്കമ്മലിട്ട പെണ്ണേ, ആടിവാ തുള്ളിയോടിവാ ആടിമാസ പുലരി പെണ്ണേ. ഒരു മഹാകവിയുടെ 2 വരിയിൽ നിന്ന് 2 മഹാഗാനകാവ്യങ്ങൾ വയലാറുണ്ടാക്കും. ഇന്നലെ രാത്രിയിൽ ഞാനൊരു പൂവിൻ്റെ മന്ദസ്മിതത്തിൽ കിടന്നുറങ്ങി എന്നത് ചങ്ങമ്പുഴയുടെ വരികളാണ്. മഞ്ഞിൽ മനോഹര ചന്ദ്രികയിൽ മുങ്ങി മാറ് മറയ്ക്കാതെ എന്നനുരാഗമാം ഓരി തൾപ്പൂവിലെ മന്ദസ്മിതത്തിൽ കിടന്നുറങ്ങി വന്നു നീ കിടന്നുറങ്ങി. ഇന്ദുമുഖി ഇന്ദുമുഖി എന്തിനിന്ന് നീ സുന്ദരിയായി. ഇന്ദുമുഖി ഇന്ദുമുഖി. മറ്റൊരു പാട്ടിൽ തുറന്നിട്ട ജാലകങ്ങൾ അടച്ചോട്ടെ, തൂവൽ കിടക്ക വിരിച്ചോട്ടെ, നാണത്തിൽ മുത്തുമേ മുത്തുവിളക്കിൻ്റെ മാണിക്യ കണ്ണൊന്ന് പൊത്തിക്കോട്ടെ. അതിൽ മഞ്ഞുമ്മ വെച്ച് മയങ്ങുന്ന പൂവിൻ്റെ മന്ദസ്മിതത്തിൽ കിടന്നുറങ്ങും. മഞ്ഞുമ്മ വെച്ച്
മയങ്ങുന്ന പൂക്കൾ തൻ മന്ദസ്മിതത്തിൽ കിടന്നുറങ്ങും. നമുക്കൊരു വലിയ കാവ്യ വിദ്യാഭ്യാസം വയലാറുണ്ടാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ പൊട്ട കവിത കണ്ടാൽ ഉടനെ മലയാളി മുഖം തിരിക്കും. ഞങ്ങളെപ്പോഴും പറയാറുണ്ട്, കവിതയ്ക്ക് ഇനി മറ്റൊരു ടെസ്റ്റ് ഡോസ് വേണ്ട. വയലാറും ONV സാറും ഭാസ്കരൻ മാഷും കൂടി മലയാള കവിതയ്ക്ക് ഒരു മാനദണ്ഡ രേഖ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും നമ്മൾ പൊട്ടപ്പാട്ടുകളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? വയലാറൊന്നും ഒരു കാമുകിയെയും മോശമായിട്ട് സംബോധന ചെയ്തിട്ടില്ല. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാതുകം പുറത്തു വയ്ക്കൂ നീ നഗ്നപാതയായ കത്തുവരൂ, സാലഭഞ്ചികകൾ കൈകളിൽ കുസുമതാലമേന്തി വരവേൽക്കും, പഞ്ചലോഹമണിമന്ദിരങ്ങളിൽ മൺവിളക്കുകൾ പൂക്കും, അല്ലേ? അങ്ങനത്തെ ഒരു അഭിസംബോധന കാമുകിമാർ മറ്റു ഭാഷയിലൊന്നും കേട്ടിട്ടില്ല. രാഗഭിക്ഷുണി എന്ന് ചങ്ങമ്പുഴ ഒരു കവിതയിൽ എഴുതിയിട്ടുണ്ട്, രാഗഭിക്ഷുണി. അതിൽ നിന്നാണ് പ്രേമഭിക്ഷുകി ഭിക്ഷുകി ഭിക്ഷുകി ഏതു ജന്മത്തിൻ ഏതു സന്ധ്യയിൽ എവിടെ വച്ചു നാം കണ്ടു, ആദ്യമായി എവിടെ വച്ചു നാം കണ്ടു, അല്ലേ? നടന്നും തളർന്നും തലമുറകൾ വന്ന് ചവിട്ടിക്കുഴച്ചിട്ട വീഥികളിൽ പതിഞ്ഞ നമ്മൾ തൻ കാലടിപ്പാടുകൾ പൊടി വന്ന് മൂടിക്കിടന്നു. എന്തൊരു സങ്കല്പമാണ്! നമ്മൾ അനവധി യുഗങ്ങളായി പ്രണയപരവശരായി നടന്നും തളർന്നും വന്ന വഴിയിൽ നമ്മുടെ പാദമുദ്രകൾ പൊടി വന്ന് മൂടിക്കിടക്കുന്നുണ്ട്. അത് മാറ്റി നോക്കിയാൽ നമ്മൾ ആദിമ കമിതാക്കളാണ്. യഹോവയുടെ കാലം തൊട്ട്, അല്ലേ, ഇഷ്ടപ്രാണേശ്വരി പോലെ പറയുന്ന പാട്ടുകളിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഏദൻ തോട്ടത്തിൻ്റെ കാലം മുതൽക്കുള്ള പ്രണയ സഞ്ചാരങ്ങൾ വയലാർ എത്രയോ പാട്ടുകൾ. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു, ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ അന്യനെപ്പോലെ ഞാൻ നിന്നു. സന്യാസിനി എന്നൊരു കാമുകിയെ, സന്യാസിനി, ആത്മീയമാണ് പ്രണയം. അത് കുമാരനാശാൻ്റെ ഒരു വഴിയാണ്. കുമാരനാശാൻ പറയുന്നുണ്ടല്ലോ, വാസവദത്തയ്ക്ക് ഉപഗുപ്തനോട് പ്രേമമായിരുന്നു, പക്ഷെ പറഞ്ഞപ്പോഴൊക്കെ സമയമായില്ല എന്ന് പറഞ്ഞ് അങ്ങേര് ഒഴിഞ്ഞു കളഞ്ഞു. അവസാനം സമയമായത് എപ്പോഴാണ്? നാൽപ്പാമര മരിഞ്ഞതുപോലെ വാസവദത്തെ അരിഞ്ഞു കൂട്ടിയിട്ടിരിക്കുകയാണ്, പ്രാണൻ പിടഞ്ഞു പോവുകയാണ്. അപ്പോഴാണ് പ്രേമത്തിന് സമയമായി എന്ന് ഉപഗുപ്തൻ തീരുമാനിക്കുന്നത്. അക്കിടപ്പിലും അവൾ ആ യുവമുനിയെ വീക്ഷിപ്പാൻ പൊക്കിയിടുന്നു തല, രാഗവൈഭവം കണ്ടോ. പക്ഷേ കരുണ വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. യാതൊരു പ്രയോജനവും ശരീരം കൊണ്ടില്ലാതായിട്ടും ആ നിമിഷത്തിലും തൻ്റെ കാമുകന് വേണ്ടി മുഖമുയർത്തി തലയുയർത്തി നോക്കിയ ആ കാമുകിയാണ് മലയാളിയുടെ പ്രണയസങ്കല്പത്തിലെ ആദ്യ നായിക. അവിടെ ഉടലുകളുടെ ഉത്സവമായിരുന്നില്ല പ്രണയം, ഉയിരുകളുടെ ഉന്മാദമായിരുന്നു. പ്രണയം ഒരു ആത്മീയ പ്രവർത്തനമാണെന്ന് ആശാനാണ് മലയാളികളെ പഠിപ്പിച്ചത്. അതിനുമുമ്പ് അങ്ങനെ ആയിരുന്നില്ല. കാവ്യകലയുടെ കമലപ്പൊയ്കകൾ കണി കണ്ടുണരും കവികൾ അനുഭൂതികളുടെ ഗോപസ്ത്രീകളെ ഒളികണ്ണെയ്യുകയായിരുന്നു. പുരികക്കൊടിയാൽ അവരുടെ മാറിൽ പൂവം പെയ്യുകയായിരുന്നു. അവരുടെ മാറിലെ മധുകുംഭത്തിലെ അമൃത് കുടിക്കുകയായിരുന്നു. അപ്പോഴാണ് പല്ലനയാറിൻ തീരത്തിൽ പത്മപരാഗ കുടീരത്തിൽ വിളക്കുവയ്ക്കും യുഗകന്യകയൊരു വിപ്ലവഗാനം കേട്ടു. മാറ്റുവിൻ ചട്ടങ്ങളെ മാറ്റുവിൻ ചട്ടങ്ങളെ മാറ്റുവിൻ മാറ്റുവിൻ മാറ്റുവിൻ. ഇത് ആശാനാണ്. 2 ശബ്ദം അവിടെ ഉണ്ടായി. നിങ്ങളുടെ നിയമങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, പ്രണയം എന്നത് ശരീരത്തിനപ്പുറമാണ്. നാരായണിയുടെ അടയാളം എല്ലായിടത്തും ഉണ്ടെന്ന് ബഷീർ പിന്നീട് മതിലുകൾ എന്ന നോവലിൽ പറഞ്ഞു. നാരായണിയുടെ അടയാളം മതിലുകളാണ്, വിലക്കുകളാണ്. അപ്പോൾ അവിടെ ശരീരം വേണ്ട, നാരായണിയുടെ ശബ്ദം മാത്രം മതി. ഈ ഒരു പ്രണയസങ്കല്പം മലയാളികൾക്ക് തന്നു. അത് വയലാർ തന്നു, ഭാസ്കരൻ മാഷ് തന്നു, ONV സാറും. ഇവരൊക്കെ ചേർത്തേ പറയാൻ പറ്റൂ. ഒരു ദളം മാത്രം വിരിയുന്ന ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു, തരള കപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു എന്നാണ് ONV സാർ എഴുതുക. ശരീരം തൊടാതെ പ്രണയത്തിൻ്റെ ആത്മീയ ആനന്ദമാണ് ONV സാർ നമുക്ക് കാണിച്ചത്. ഇതൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ സങ്കല്പമാണ്. മാനസേശ്വരി എന്നാണ് കാമുകിയെ വിളിച്ചത്, പ്രേമഭിക്ഷുകി എന്നാണ് കാമുകിയെ വിളിച്ചത്, സന്യാസിനി എന്നാണ് കാമുകിയെ വിളിച്ചത്, അങ്കനമാർ മൗലേ, അംശുമതി ബാലേ, അനംഗ കാവ്യകലേ എന്നൊക്കെയാണ്,
അല്ലേ? ഇന്നതൊക്കെ കേട്ടാൽ ചിലപ്പോൾ അടി കിട്ടും. ഇങ്ങനെയൊക്കെയല്ല കാമുകിയം വിളിച്ചാൽ ഇത് തെറി പറഞ്ഞാന്ന് വിചാരിച്ചിട്ട് അടിക്കും. കാരണം ഈ വാക്കിൻ്റെ ഒന്നും അനങ്ക കാവ്യ കലയെ എന്നൊക്കെ ഒരു കാമുകിയെ വിളിച്ചു നോക്കും, ആകെ പ്രശ്നമാവും. ഇപ്പോൾ വിളിക്കാവുന്നത് രാക്ഷസി എന്നാണ്. എൻ കരളിൽ താമസിച്ചാൽ ഉമ്മ തരാം രാക്ഷസി. കാമുകിയെ രാക്ഷസി എന്ന് ലോകത്തിലാദ്യമായി വിശേഷിപ്പിച്ചതും മലയാളികളാണ്. ഇപ്പോൾ NV സാറും വയലാറും ഒക്കെ അപ്രത്യക്ഷരായപ്പോൾ ഉടനെ കോഴി ചില്ലി ചിക്കൻ പീസായി നിന്നെ കൊത്തി വിഴുങ്ങും ഞാൻ. ഒരു പ്രേമഗാന രാജുവേ. പ്രേമ മൂത്താൽ കാമുകിയെ ചില്ലി ചിക്കൻ പീസാക്കിയിട്ട് കൊത്തി കൊത്തി വിഴുങ്ങുമെന്നാണ്. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? പ്രേമ കത്തല്ലോ, പ്രേമ കുത്തല്ലേ. സകല കാമുകന്മാരും കാമുകിമാരെ കുത്തിക്കൊല്ലാണ്. കാമുകിമാർ തിരിച്ച് ജ്യൂസ് കൊടുത്ത് കൊല്ലാൻ തുടങ്ങിയിരുന്നു. അത് അധികകാലം പോയില്ല അല്ലേ? ഏതായിരുന്നാലും അതിൽ സ്ത്രീ പുരുഷ സമത്വം വരാതിരിക്കട്ടെ എന്നാണ് ഇപ്പോഴെൻ്റെ പ്രാർത്ഥന. അപ്പോൾ പ്രണയത്തിൻ്റെ സങ്കല്പശേഷി നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ജന്മജന്മാന്തരങ്ങളിലൂടെ രണ്ട് സ്വപ്നാടകരെ പോലെ കണ്ടുമുട്ടിയ നിമിഷം നമ്മൾക്കെന്താത്മനിർവൃതി ആയിരുന്നു. ഓ എന്ന് പറഞ്ഞത് വയലാറിനോട് പാട്ട് എഴുതി കൊടുക്കാൻ പറ്റാഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഈ ദേവരാജൻ്റെ ഒക്കെ ഒരു പണിയാണ്. വരി അത്ര മതി, ബാക്കി ഞാൻ കൊണ്ട് പൂരിപ്പിച്ചോളാം. ആ പാട്ടുകളിലൊക്കെ ഉണ്ട് അല്ലേ? NV സാറിന് എത്രയോ പാട്ടുകൾ കൊണ്ട് പൂരിപ്പിക്കുന്നൊരു പണിയുണ്ട്. ഇത് വരികൾ എഴുതി കൊടുക്കാൻ പറ്റാച്ചില്ല. നിങ്ങൾ വയലാറിൻ്റെ എത്രയോ പാട്ടുകൾ കേൾക്കാം. ഇവിടെയോരോ ജീവതരംഗവും ഇണയെ തേടും രാവിൽ, നാണത്തിൽ മുങ്ങിയ കായലിൻ കവിളിൽ നഖചിത്രമെഴുതും നിലാവിൽ, നീയും ഞാനും നമ്മുടെ പ്രേമവും കൈമാറാത്ത വികാരമുണ്ടോ? ഓ ഓ സംഗമം സംഗമം ത്രിവേണി സംഗമം ശൃംഗാരപദമാടും യാമം മദാലസയാമം. ഇല്ല, ഈ കൂടി ഇല്ലെങ്കിൽ ആ പാട്ട് നിൽക്കുമോ? അതില്ലാതെ ആ പാട്ടിന് നിൽക്കാൻ പറ്റില്ല.